ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഞാൻ നിഹ്മ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരേലിയ പ്ലാന്റ്സിനെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. വീടിന് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഷോപ്പ് പീസായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് അരേലിയ പ്ലാന്റ്. ഇതിനെ നമുക്ക് ബോൾ ഷേപ്പിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഒട്ടും റിസ്ക് ഇല്ല. ഓൾറെഡി ഇതൊരു ബോൾ ഷേപ്പിൽ തന്നെയാണ് വളർന്നു വരിക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ കട്ട് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഷേപ്പിൽ ഇത് നിൽക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിതിനെ കെയർ ചെയ്തെടുക്കാനൊന്നും ഒരു റിസ്ക്കൊന്നുമില്ല. കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. വെയിൽ കൂടുതലായിട്ട് കിട്ടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗിയും തന്നെ എടുത്തു വരുന്നത്. ഇത്രയും തിക്കായിട്ട് വരുന്നതൊക്കെ വെയിൽ കിട്ടുന്നതിനനുസരിച്ചാണ്. അരേലിയ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു നാടൻ വെറൈറ്റി തന്നെയാണ് അരേലിയയുടെ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് തിക്കായിട്ട് പോട്ട് നിറഞ്ഞു വരാൻ അധികം താമസമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അരേലിയ പ്ലാന്റ്. ഇത് അരേലിയയുടെ തന്നെ ഒരു വെറിഗേറ്റഡ് ഐറ്റമാണ്. ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡായിട്ട് വരുന്ന ചെറിയ ലീവ്സോട് കൂടിയിട്ടുള്ള ഒരു വെറിഗേറ്റഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ഇതുപോലെ പോട്ട് കംപ്ലീറ്റ് ചെയ്ത് വരും. എല്ലാ അരേലിയ വെറൈറ്റീസും തന്നെ വെയിലിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഗ്രീൻ ബോൾ അരേലിയാണ്. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ച് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഇത് വെച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ ചെറിയ രീതിയിൽ ഗോൾഡൻ ഷെയ്ഡ് കൂടെ വന്നു തുടങ്ങും. ഇത് കംപ്ലീറ്റ് ഗോൾഡൻ കളറിലായിട്ടുള്ള ഒരു ഗോൾഡൻ അരേലിയ കൂടെ ഉണ്ട്. ഗോൾഡൻ അരേലിയയുടെ കളക്ഷൻ എൻ്റെ കയ്യിലില്ല. ഇത് വെറിഗേറ്റഡ് അരേലിയ പ്ലാന്റിൻ്റെ ചെറിയൊരു കമ്പ് നട്ടുപിടിപ്പിച്ചതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ അരേലിയ വെറൈറ്റീസും കമ്പ് മുറിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് അരേലിയ പ്ലാന്റിൻ്റെ ഒരു പഴയ നാടൻ വെറൈറ്റിയാണ്. ഇത് മുന്നേയൊക്കെ എല്ലാ വീടുകളിലും ഫ്രണ്ടിൽ വലിയ മരങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതും ഇതുപോലെ നമുക്ക് ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ നല്ല പോട്ട് നിറഞ്ഞ് തിക്കായിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് കുറച്ച് വലിയ ലീഫോട് കൂടിയിട്ടുള്ള ഒരു അരേലിയ വെറൈറ്റി തന്നെയാണ്. ഒരു വെറിഗേറ്റഡ് ഐറ്റം ആണ് ഇത്. ഇത് മറ്റ് വെറൈറ്റി പോലെ അത്ര തന്നെ തിക്കായിട്ട് പോട്ട് നിറഞ്ഞു വരില്ല. മുന്നേക്ക് വീടുകളുടെ ഫ്രണ്ടിലെ വലിയ മരങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ഈ അരേലിയ പ്ലാന്റൊക്കെ. അരേലിയ പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 70 മുതൽ 100 വരെയാണ് തൈകളുടെ റേറ്റ് വരുന്നത്. അതിൻ്റെ സൈസിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൊണ്ടുവന്ന നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വേര് പിടിച്ച് കിട്ടും. പെട്ടെന്ന് വലിയ തൈകളായി കിട്ടാൻ ഒരു പ്രയാസമില്ല. വെള്ളം കെട്ടിക്കിടക്കാത്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഡ്രൈനേജ് ഹോൾ നന്നായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. വെള്ളം മഴ സീസണിലൊക്കെ ആണെങ്കിൽ വെള്ളം പോട്ടിൽ കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ നിലത്ത് വെക്കുന്ന സമയത്ത് ഈ ഷെയ്ഡിലൊക്കെ സൺസൈഡിൻ്റെ താഴേക്ക് വെക്കുമ്പോൾ അവിടെയൊക്കെ മഴവെള്ളം അതിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട് എങ്കിൽ പ്ലാന്റ് കേടായി പോകും. ഈ ഒരു പ്ലാന്റിനോട് കൂടെ തന്നെ മറ്റൊരു പ്ലാന്റിനും കൂടെ ഞാൻ തൊട്ടപ്പുറത്ത് വെച്ചിരുന്നു. വെള്ളം കംപ്ലീറ്റ് ആ പ്ലാന്റിലേക്ക് വന്ന് വീണ് സ്വമേധി ആ പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ കൊഴിഞ്ഞു പോയി. ദെൻ ഞാൻ അവിടെ നിന്ന് ആ പ്ലാന്റ് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ അത് സെക്യൂറായിട്ട് വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വെള്ളം വീണ് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും വെള്ളം അതിലേക്ക് തന്നെ വീണിട്ടുണ്ടെങ്കിൽ ലീവ്സ് നല്ല വെയിറ്റ് താങ്ങാതെ അത് ചീഞ്ഞു പോയി തുടങ്ങും. ഇനി നമുക്ക് ഈ ഒരു ബോൾ ഷേപ്പ് അരേലിയനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അതിനെ ഒരു 1 മന്തൊക്കെ കൂടുമ്പോൾ കുറച്ച് ഓവറായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. കമ്പ് നട്ടുപിടിപ്പിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ബെറ്ററായിട്ട് ഈ ബോൾ ഷേപ്പ് അരേലിയയുടെയൊക്കെ തൈകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വലിയ നല്ല പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റ് വെറൈറ്റീസൊക്കെ കമ്പ് നട്ടിട്ടാണെങ്കിൽ വേഗത്തിൽ പിടിക്കും. പക്ഷേ ബോൾ ഷേപ്പ് അരേലിയ പിടിക്കാൻ കുറച്ച് താമസമുണ്ട്. എങ്കിലും പിടിച്ചു വരും, പക്ഷെ കുറച്ച് താമസം എടുക്കുമെന്ന് മാത്രം.
അപ്പോൾ ഇതാ നമ്മളുടെ അരേലിയ പ്ലാന്റിനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു മുട്ടത്തല പോലെ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഈ ഒരു ബോൾ അരേലിയ അല്ലേ. നല്ലൊരു ബോൾ ഷേപ്പിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് കേൾക്കും. നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുതിയൊരു തൈയിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്ന കമ്പുകൾ നമുക്ക് ഇതിനെടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് കമ്പുകളുണ്ട്. ആ കമ്പിൽ നിന്ന് നമുക്കത് മുറിച്ചെടുത്തിട്ട് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമ്മൾ കമ്പ് പിടിപ്പിക്കുന്നതിനായിട്ട് ഒരു കവറിൽ മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ പോട്ടി മിക്സ് മറ്റൊന്നും ഇതിൽ യൂസ് ചെയ്യേണ്ട. സാധാരണ കുറച്ച് നമ്മുടെ ഗാർഡൻ സോയിൽ നോർമലി മണ്ണ് മാത്രം എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ചരൽ മണ്ണ് കൂടെ നമുക്ക് വേണം, മണൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാനൊന്നും എടുത്തില്ല, നോർമൽ മണ്ണ് മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വളമൊന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ചെടിക്ക് വേര് പിടിക്കുന്നത് വരെ വളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ കൊടുക്കണ്ട. ജസ്റ്റ് മണ്ണിൽ കമ്പ് കുത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും. ദെൻ വേരൊക്കെ പിടിച്ചതിന് ശേഷം നമ്മളതിന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ മതി. ഏതൊരു പ്ലാന്റും അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ലത്. വേരുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, വേരില്ലാത്ത ചെടികളാണ് കമ്പ് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മളപ്പോൾ വളമൊന്നും കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നമ്മളിതിനിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കമ്പ് കുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ കമ്പിനോട് ചേർന്ന ഭാഗത്ത് നന്നായിട്ട് മണ്ണ് പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇളകി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആ കവറിന് നമുക്കൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് 2 തവണയെങ്കിലും ദിവസവും നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അതിന് വേര് പിടിച്ച് കിട്ടും. ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാൻ മറക്കരുത്. ഈ പ്ലാന്റിനെ പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടി, മണ്ണും മണലും ഉപയോഗിക്കാം. ഇതിന് ഫെർട്ടിലൈസറായിട്ട് ചാണകപ്പൊടി തന്നെ ധാരാളമാണ്. പോട്ടി മിക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല തിക്കായിട്ട് ഈ പ്ലാന്റ് വളർന്നോളും. പിന്നെ അത്യാവശ്യം വെയിലും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് തിക്കായിട്ട് വളർന്നു വരും. ഇതിന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള ഭാഗത്താണെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കാം. അല്ലാത്ത പക്ഷം ഒരു തരം നനച്ചാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അരേലിയ പ്ലാന്റിൻ്റെ കെയറിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഗാർഡൻ റിലേറ്റ് ചെയ്ത ഡൗട്ട്സുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.